കോഴിക്കോട്ടേക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാൾ കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആദ്യം നോക്കുന്നത് എന്താണ്? ഓൺലൈൻ ടാക്സിയാണ്. എന്താ അവർ ഓട്ടോറിക്ഷ കാണില്ലേ? അവരുടെ മുന്നിൽ ഉണ്ടാവില്ല ഓട്ടോറിക്ഷ. എന്തുകൊണ്ട് അവരത് സെലക്ട് ചെയ്യാതെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അതിന്റെ പ്രധാന കാരണം എന്താ പറയുന്നത്? ഒരു നാട്ടിലേക്ക് ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ എന്നത് വളരെ പ്രധാനമാണ്. മാന്യമായ പെരുമാറ്റം എന്നുള്ളത് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ആ അവസരത്തിൽ ഓട്ടോറിക്ഷനെ ആശ്രയിക്കുന്ന ആ അവസരത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് അത് കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു വസ്തുതയല്ലേ? സ്വയം പരിശോധന നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അത്തരം യാഥാർത്ഥ്യങ്ങൾ തള്ളിക്കളയാൻ സാധിക്കും. ഓട്ടോയിൽ കയറിയാൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമോ എന്ന് യാത്രക്കാരൻ ഭയപ്പെടുന്നതിൽ അവനെ മാത്രം നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? സ്വാഭാവികമായിട്ടും യാത്രക്കാരന്റെ ഇത്തരത്തിലുള്ള ഭയം സ്വാഭാവികമായിട്ടും ഓൺലൈൻ ടാക്സിയെ കൂടുതൽ അവനെ പ്രിയപ്പെട്ടതാക്കും, അവന് കംഫർട്ടബിൾ ആയി തോന്നും. അതിന് യാത്രക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലേ അൾട്ടിമേറ്റ്ലി. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ. ഇവിടെ 10 ലക്ഷത്തോളം വരുന്ന ഓട്ടോ ഡ്രൈവർമാരുണ്ട് കേരളത്തിൽ. അവരെ കുടുംബം കൂടി കൂട്ടുകയാണെങ്കിൽ ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ വേദനകൾ ഇവിടുത്തെ ഭരണകൂടത്തിനോട് പറഞ്ഞിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ലേ? നമ്മൾ ഓട്ടോ ചാർജുകൾ വർദ്ധിപ്പിച്ച് തരൂലേ? മിനിമം ചാർജ് 30 രൂപയിൽ നിന്ന് 50 രൂപ ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മിനിമം ഒരു 40 രൂപയെങ്കിലും ആക്കി ഞങ്ങൾക്ക് ഒന്ന് മുന്നോട്ട് നീക്കി തരുമോ? അദ്ദേഹം വളരെ ഗൗരവമായ ചില കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. മിനിമം കൂലി 30 നിന്ന് 40 ആക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അത് കേവലം ഒരു തുക വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഈ പ്രസ്ഥാനം നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ അവസാന പ്രതീക്ഷയായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം തന്നെ വിലയിൽ വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പഴയ നിരക്കിൽ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കുടുംബം പുലർത്താനും നിത്യ ചെലവുകൾ നടത്തിപ്പോകാനുമായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അവകാശങ്ങളുണ്ട്. അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ആവശ്യം തികച്ചും ന്യായം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇവിടെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയുന്നില്ല. എപ്പോഴും കയറ്റി വെച്ചത് പിന്നെ ഒരു ഗവൺമെന്റ് ഇറക്കലില്ല. കയറ്റിയത് തന്നെയാണ്. അത് ജനങ്ങൾ താങ്ങിക്കൊള്ളണം. പിന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിരിക്കണം കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടി. ഇവിടെ ചില മേഖലകളിൽ ഓരോരുത്തർക്ക് തോന്നുന്ന ചാർജൊക്കെയാണ് വാങ്ങുന്നത്. 70 രൂപ 80 രൂപയൊക്കെ ടയർ പഞ്ചർ വീടിൽ 120 ഒക്കെ അപ്പം വാങ്ങുന്നത്. അപ്പം അങ്ങനെ ഓരോ സ്പെയർ പാർട്സിന്റെ വില പറയണ്ട. എങ്ങനെയൊക്കെ ഈ ചില ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട് ഈ പേരൊക്കെ പറഞ്ഞിട്ട്. ഈ സാഹചര്യത്തിൽ ഇതെല്ലാ വേദനകൾ അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളും അതുപോലെ തന്നെ ഈ ഓട്ടോ തൊഴിലാളികളെ പോലത്തെ ആളുകളാണ്. ഞങ്ങളെ കാര്യത്തിലൊന്നും ഇടപെടി. ഞങ്ങൾക്ക് ഓട്ടോ ചാർജ് വർദ്ധിപ്പിച്ചു തരണം. അതുപോലെ മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുണ്ട്. ഞങ്ങളെ പ്രശ്നങ്ങളൊന്ന് പഠിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഞങ്ങളെ പ്രശ്നങ്ങളൊന്ന് പഠിക്ക്. എത്ര വട്ടം ഞങ്ങൾ പറയുന്നു ചാർജ് ഒന്ന് വർദ്ധിപ്പിച്ച് തരി, ഞങ്ങളെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടു തരുന്നുള്ളത്. ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ പറഞ്ഞതിൽ അല്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇന്ധന വില വർധന, ക്രൂഡ് ഓയിലിന് ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത കാലങ്ങളിൽ ക്രൂഡ് ഓയിലിന് വില താഴ്ന്നിരുന്നു. ആ അവസരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ധനത്തിന്റെ വില കുറയേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ധനത്തിന്റെ വില കുറയുന്നില്ല എന്ന് മാത്രമല്ല, പല സമയം കൂടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ധന ചെലവ് എന്ന് പറയുന്നത് ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാവും. അത്തരമൊരു സാഹചര്യത്തിൽ നിരക്ക് വർധന തന്നെയാണ് ഏക പൂംവഴി. അപ്പം പലരും ചോദിക്കാനുള്ള ഒരു സാഹചര്യമാണ്, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇലക്ട്രിക് വാഹനങ്ങളിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ വൈദ്യുതി നിരക്കിൽ വലിയ രീതിയിലുള്ള ഒരു ഹൈക്ക് നമ്മുടെ നാട്ടിൽ ഈ അടുത്തായിട്ടുണ്ടായിട്ടുണ്ട്. അത് അവരെയും ബാധിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വൈദ്യുതി വേണമല്ലോ, അതിന്റെ നിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അത് അന്യായമെന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല. അവരുടെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിരക്ക് വർധന എന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് അടുത്ത വാദം എന്താ? സ്പെയർ പാർട്സുകളിലും പഞ്ചർ ഷോപ്പിലൊക്കെ നിരക്ക് തോന്നിയ പോലെ ആയിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് ഓട്ടോ കൂലി വർദ്ധിപ്പിക്കണമെന്ന്. എന്റെ പൊന്നു ചേട്ടാ, അതിലൊന്നും ഒരു കാര്യമില്ല. സ്പെയർ പാർട്സുകളും അറ്റകുറ്റപ്പണികളും ഒരു വാഹനത്തിന്റെ ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണ്, അത് സത്യമാണ്. പക്ഷെ ഇത്തരം ചെലവുകൾ എല്ലാ ദിവസവും സംഭവിക്കുന്നില്ലല്ലോ. ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഒരു പഞ്ചർ ഉണ്ടാവുക? ആഴ്ചയിൽ ഒരിക്കലുണ്ടാവും, ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലായിരിക്കും. വർക്ക്ഷോപ്പിൽ എപ്പോഴാണ് കയറ്റുക? ഒരു 15 ദിവസം കൂടുമ്പോൾ കയറും. അതിനു വേണ്ടിയിട്ട് ഓട്ടോന്റെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ന്യായമാണ്?
ഇന്ധന വർധനവിന്റെ അടിസ്ഥാനത്തിൽ കൂലി ഉയർത്തണമെന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്പെയർ പാർട്സിന്റെ പേരിലും പഞ്ചറിന്റെ പേരിലൊക്കെ കൂലി ഉയർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അത് അന്യായമാണ്. അതിൽ നിൽക്കരുത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, തങ്ങളെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നാണ്. അതിന് എങ്ങനെയാണ് അദ്ദേഹത്തിന് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കുക? പൊതുജനങ്ങൾ ഓട്ടോക്കാരെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് പിന്തുണ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഓട്ടോക്കാർക്ക് തന്നെയാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾ എന്താണ് പൊതുജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 10 റുപ്യക്കും 2 റുപ്യക്കും 3 റുപ്യക്കൊക്കെ വഴിയിൽ ഇരുന്നിട്ട് തെറിവിളിയും തല്ലുംപിടിയും എത്ര സ്ഥലങ്ങൾ നമ്മളിത് കണ്ടിട്ടുണ്ട്. ഓട്ടോക്കാരെ നിങ്ങൾ ഓസിൽ കൊണ്ടുപോകുന്ന പോലെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു ശതമാനം ആളുകളുടെ പെരുമാറ്റം. ഇത്ര സംസ്കാര ശൂന്യമായിട്ട് പെരുമാറുന്ന ആളുകൾ ഓട്ടോക്കാരല്ലാതെ കേരളത്തിൽ ആരോ ഏതെങ്കിലും തൊഴിൽ മേഖല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വായി തോന്നിയ തെറി, പുളിച്ച തെറി, യാതൊരു മര്യാദയും ബഹുമാനവും ഇല്ലാതെ യാത്രക്കാരനോട് പെരുമാറുക. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾക്ക് ഇത് മടുക്കുന്നേ. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്ത് തോന്നിയാസം ആരോട് എന്തും ചെയ്താൽ ഇതൊക്കെ നിലനിന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതൊന്നും നടക്കൂല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ എന്നത് ഒരു കമ്പൽസറി മാറ്റർ അല്ല. അതിനിവിടെ ആൾട്ടർനേറ്റീവായിട്ട് പല സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് യാതൊരു ബോധവുമില്ലാതെ നിങ്ങൾ യാത്രക്കാരോട് ഇത്രയും മോശമായിട്ട് തെറി പറഞ്ഞു നടക്കുന്നത്. ഇന്നുമില്ലേ ഇത്ര വലിയൊരു പ്രതിസന്ധിയിൽ ഓട്ടോക്കാർ നിൽക്കുമ്പോഴും നിങ്ങളെ കൂട്ടത്തിൽ ഇതുപോലുള്ള ആളുകൾ ഇപ്പോഴും ഇല്ലേ? എങ്ങനെ ജനങ്ങൾ നിങ്ങൾ പിന്തുണക്കും? ഒരു കൂട്ടം ആഭാസന്മാര് ജനങ്ങൾ എന്തിനു പിന്തുണക്കണം? നാട്ടിലുള്ള ക്രിമിനലുകളെയും കൊള്ളക്കാരെയും ഒക്കെ പിന്തുണക്കലാണോ ജനങ്ങളെ പണി? അങ്ങനെ നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം നിങ്ങൾ ജനങ്ങളെ ഓർക്കണ്ട, മനസ്സിലായോ? മറിച്ച് ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറുന്ന തൊഴിൽ മേഖലക്ക് ജനങ്ങൾ പിന്തുണ കൊടുക്കും. അത് നിങ്ങൾ ആവശ്യപ്പെടുകയും വേണ്ട. ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഒരു മനുഷ്യൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ തിരിഞ്ഞു നോക്കത്തെ? കയ്യിൽ ഇരിപ്പുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ ന്യായം തന്നെയാണ്, അതിലും തർക്കമില്ല. പക്ഷെ നിങ്ങളെ സ്വഭാവം നിങ്ങൾ നന്നാക്കേണ്ടതുണ്ട്. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണ്ടത്തെ പോലുള്ള ഈ പ്രതിഷേധങ്ങളും ഇതൊന്നും ഇപ്പൊ ഇല്ല. ആർക്കും സമയമില്ല. ഞങ്ങൾക്ക് ഈ വീഡിയോ കൂടെ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. മനസാക്ഷി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഞങ്ങളോടൊരു ഈ 10 ലക്ഷം പേരുന്ന ഓട്ടോ തൊഴിലാളികൾ കുറച്ചെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത്രയും വരുന്ന തൊഴിലാളികൾ വലിയൊരു വിഭാഗം നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ആ കസാലയിൽ ഇരുത്താൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഉണ്ടാവില്ലേ? അതിൽ ഓട്ടോ തൊഴിലാളികൾ ഉണ്ടാവില്ലേ? അവരെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പിന്നെയും എടുത്തു പറയാണ് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയോടും പറയാനുള്ളത്, ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണി, ഞങ്ങളെ ചാർജ് ഒന്ന് വർദ്ധിപ്പിച്ച് തരിക, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും ഒക്കെ വിജയിപ്പിച്ചതിൽ അവർക്ക്, അതായത് ഓട്ടോ തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കേരളത്തിലെ ജനാധിപത്യത്തിൽ ഏതെങ്കിലും സർക്കാരിനെ മാറ്റുന്നതോ പുതിയ സർക്കാരിനെ പ്രതിഷ്ഠിക്കുന്നതോ ഓട്ടോ തൊഴിലാളികൾ മാത്രമാണോ? അതിൽ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും നാട്ടിലെ സാധാരണക്കാർക്കും ഒക്കെ വലിയ രീതിയിലുള്ള പങ്കില്ലേ? ഓട്ടോക്കാർ മാത്രമാണോ അതൊക്കെ ചെയ്തത്? സാധാരണക്കാരനടങ്ങുന്ന ആളുകളാണ് പുതിയ സർക്കാരിനെ അവിടെ എത്തിയത്. അതിൽ ഓട്ടോക്കാർക്ക് ഒരു പങ്കുമില്ല. ഓട്ടോക്കാർ അതിന്റെ ഭാഗമായിട്ടുണ്ടാവാം, പക്ഷെ അതിൽ ഒരു പങ്ക് അവകാശപ്പെടാനൊന്നും ഓട്ടോക്കാർക്കില്ല. പിന്നെ അദ്ദേഹം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പഴയ പോലെ പ്രതിഷേധിക്കാനൊന്നും ആളെ കിട്ടുന്നില്ല എന്നുള്ളത്. അതൊരു വസ്തുതയാണ് കേട്ടോ. അതിന്റെ പ്രധാന കാരണം എന്താണോ? ഇന്ന് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കോമഡിയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ എവിടെയെങ്കിലും സമരം ഹർത്താലോ ബന്ധോ കണ്ടിട്ടുണ്ടോ? അതൊരു കോമഡിയാണ്. ജനങ്ങൾ മൈൻഡ് ചെയ്യില്ല. നിങ്ങൾ എത്ര ന്യായമായിട്ടുള്ള ആവശ്യത്തിനാണ് ഹർത്താൽ നടത്തുന്നതെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ സമര രീതികൾക്ക് ജനങ്ങൾ പിന്തുണ തരില്ല. പിന്നെ മറ്റൊരു കാര്യം, ഓട്ടോ തൊഴിലാളികൾ സമരം ചെയ്തു നോട്ടിക്കോ, ഒരു അനിശ്ചിതകാല പണിമുടക്ക് ഓട്ടോ തൊഴിലാളികൾ നടത്താം. ഇവിടെ എന്താ സംഭവിക്കുക? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഡെയിലി ലൈഫിന് ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ഓട്ടോ തൊഴിലാളികൾ പണിമുടക്ക് നടത്താണ്, എന്താ ഇവിടെ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളുടെ വീട്ടിലും ഒരു 2 വീലറെങ്കിലും ഉണ്ട്. ഓട്ടോ എന്നത് ഇന്നൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. ആ ഓട്ടോ വിളിക്കുന്ന ആളുകളെ ശരിക്കും നിങ്ങൾ ഒരുപാട് അവരോട് നന്ദി പറയണ വേണ്ടേ? ആ സ്ഥാനത്താണ് അവരെ തെറിവിച്ചെടുക്കണേ. അതും നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് പണിമുടക്ക്, സമരം, ഹർത്താൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ മിക്ക ആളുകൾക്കും സ്വന്തമായിട്ട് വാഹനമുണ്ട്. അപ്പൊ പിന്നെ ഓട്ടോക്കാരെ അങ്ങോട്ട് പണി മുടക്കാം. ഇവിടെ എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കില്ല. ഓട്ടോക്കാർക്ക് തന്നെ പണി കിട്ടും. നിങ്ങൾ എത്ര ദിവസം പണി മുടക്കും?
ഒരാഴ്ച, 2 ആഴ്ച, അതിനപ്പുറം കൊണ്ടുപോകാൻ പറ്റുമോ? 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ പണിമുടക്ക് പിൻവലിച്ച് രണ്ടാമത് തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ നോട്ടിക്കോ. അപ്പോൾ ജനങ്ങൾ നിങ്ങളോട് പഴയ പോലെയല്ല. ജനങ്ങൾ നിങ്ങളോട് എന്താ ചോദിക്കുക? ഒരു 2 ആഴ്ചയുടെ ആവായിരുന്നു എന്നേ പറയുള്ളൂ. ജനങ്ങൾക്ക് ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കുകൊണ്ട് കേരളം സ്തംഭിക്കാനൊന്നും പോകുന്നേയില്ല. അതൊരു വസ്തുതയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഒരു തൊഴിലാളി മേഖല പൂർണ്ണമായി സമരം, ഹർത്താൽ, ബന്ദ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനുള്ള കാരണം എന്താ? അവര് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ജനങ്ങളെ വലക്കുന്ന സമരങ്ങൾക്കല്ല, മറിച്ച് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവർക്കാണ് ഇവിടെ നിലനിൽപ്പുള്ളത്. അതവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒട്ടുമിക്ക മേഖല അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത്. അല്ലാതെ എല്ലാവരും ഇങ്ങോട്ട് മാന്യന്മാരായതുകൊണ്ടൊന്നല്ല. ഇതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഏത് ഫീൽഡിലായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ബോധം എല്ലാവർക്കും വന്നു. അതുകൊണ്ടും സമരം നടത്തുന്നില്ല. ആരെങ്കിലും സമരം നടത്തിയാൽ തന്നെ അതിന് ഇറങ്ങാൻ ആളുകളില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലെ തന്നെ ഈ ഓൺലൈൻ ടാക്സികളുടെ ഇടിച്ചു കയറ്റം പെർമിറ്റ് ഉള്ളത് പിന്നെ ഓൺലൈനായിട്ട് ഓടിക്കോട്ടെ, അത് ഗവൺമെന്റ് പിന്നെ കോടതിയൊക്കെ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞതാണ്. അതിന് നമ്മളൊന്നും പറയുന്നില്ല. പെർമിറ്റ് ഇല്ലാതെ പ്രൈവറ്റ് ഓൺലൈൻ ടാക്സികളും ബൈക്കുകളും ഇറങ്ങുന്നത് അങ്ങനത്തെ എല്ലാ വേദനകളും പേറാനാണ് ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർമാരുടെ വിധിയെങ്കിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ അദ്ദേഹം പറയുന്നത് തങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ഓൺലൈൻ ടാക്സികളാണ് എന്നാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഓൺലൈൻ ടാക്സി ആയിട്ട് സർവീസ് നടത്തുന്നു എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ടാക്സിയായി, ഓൺലൈൻ ടാക്സിയായി ഓടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വാദമാണ്. അതിന് യാതൊരു തെളിവ് ഹാജരാക്കാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത്തരത്തിലൊരു കേസും ഇതുവരെ, അതിപ്പോ നാട്ടിൽ പുതിയൊരു സംവിധാനം വരുമ്പം അതിനെതിരെ ആരോപണമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്താ പറയുക, കാലത്തിനനുസരിച്ച് മാറാൻ കേരളത്തിലെ മിക്ക ഓട്ടോ തൊഴിലാളികളും തയ്യാറായിട്ടില്ല. അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. കാലത്തിനനുസരിച്ച് മാറാതെ സാങ്കേതിക വിദ്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പുതിയ കാലത്തിന്റെ സൗകര്യങ്ങൾ ഉൾക്കൊള്ളാതെ ഒരു സമൂഹത്തിനും, ഒരു തൊഴിലാളി സമൂഹത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഓട്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഓട്ടോ വേണ്ടാത്തത്? ആളുകൾ എന്താണ് ഓൺലൈൻ ആകർഷിക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓൺലൈൻ ടാക്സികൾ വന്നതുകൊണ്ട് മാത്രമല്ല ആളുകൾ ഓട്ടോറിക്ഷ ഒഴിവാക്കുന്നത്. നിങ്ങൾക്കറിയാം, KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ മിക്ക ആളുകളും ഓട്ടോറിക്ഷ വിളിക്കാറില്ല, ഓൺലൈൻ ടാക്സിയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ അവരെ മുന്നിൽ, യാത്രക്കാരന്റെ മുന്നിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ അവരെ വിളിക്കാതെ അവരെ ഓൺലൈൻ ടാക്സിനെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. യാത്രക്കാരെ തെറി വിളിക്കുന്നതും അവന്റെ വീട്ടുകാരെ പോലും ചേർത്ത് തെറി പറയുന്നതും എത്ര കാലം ജനങ്ങൾ സഹിക്കും? ഒരു പുതിയ സ്ഥലത്ത്, ഇപ്പൊ കോഴിക്കോട്ടേക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാള് കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആദ്യം നോക്കുന്നത് എന്താണ്? ഓൺലൈൻ ടാക്സിയാണ്. എന്താ, അവർ ഓട്ടോറിക്ഷ കാണുന്നില്ലേ? അവരുടെ മുന്നിൽ ഉണ്ടാവില്ല ഓട്ടോറിക്ഷ. എന്തുകൊണ്ടാണ് അവരത് സെലക്ട് ചെയ്യാത്തത്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാന കാരണം എന്താ പറയുന്നത്, ഒരു നാട്ടിലേക്ക് ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ എന്നത് വളരെ പ്രധാനമാണ്. മാന്യമായ പെരുമാറ്റം എന്നുള്ളത് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ആ അവസരത്തിൽ ഓട്ടോറിക്ഷനെ ആശ്രയിക്കുന്ന ആ അവസരത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് അത് കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു വസ്തുതയല്ലേ? സ്വയം പരിശോധന നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അത്തരം യാഥാർത്ഥ്യങ്ങൾ തള്ളിക്കളയാൻ സാധിക്കും. ഓട്ടോയിൽ കയറിയാൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമോ എന്ന് യാത്രക്കാരൻ ഭയപ്പെടുന്നതിൽ അവനെ മാത്രം നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? സ്വാഭാവികമായിട്ടും യാത്രക്കാരന്റെ ഇത്തരത്തിലുള്ള ഭയം സ്വാഭാവികമായിട്ടും ഓൺലൈൻ ടാക്സിയെ കൂടുതൽ അവനെ പ്രിയപ്പെട്ടതാക്കും, അവന് കംഫർട്ടബിൾ ആയി തോന്നും. അതിന് യാത്രക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലേ അൾട്ടിമേറ്റ്ലി. ചുരുക്കി പറഞ്ഞാൽ പരാതിയും പരിവട്ടം പറയുന്നതിന് മുമ്പ് സ്വന്തം പെരുമാറ്റത്തിലും പ്രവർത്തന രീതിയിലും കാതലായ മാറ്റങ്ങൾ ഓട്ടോക്കാർ വരുത്തേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ പുതിയ സാങ്കേതിക വിദ്യകളെ പഴിചാരിയിട്ടോ പുതിയ ഊബർ ഡ്രൈവർമാരെ തെറി വിളിച്ചിട്ടോ തടഞ്ഞു വെച്ചിട്ടോ നല്ലാൻ പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടക്കാനും പോകുന്നില്ല. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി, മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. നിങ്ങളുടെ ആവശ്യങ്ങളും, കൂലി വർദ്ധിപ്പിക്കണം, മിനിമം ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ്, അതിനൊന്നും ഒരു തർക്കമില്ല. എന്നാൽ ഈ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ
ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. കാലഘട്ടം മാറി, സാങ്കേതിക വിദ്യ വളർന്നു, ജനങ്ങൾ മാറി. ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാകാതെ പഴയ ശീലങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും യാത്രക്കാരുടെ ഒരു മാന്യതയുമില്ലാതെ പെരുമാറുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലേ, ജനങ്ങളെ ഞങ്ങളെ വണ്ടി കയറുന്നില്ലേ എന്ന് പരാതിപ്പെട്ടിട്ട് എന്താണ് കാര്യം? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ഒരു സ്വയം വിമർശനത്തിന് പലപ്പോഴും തയ്യാറാവാത്തത്? ഉയർന്ന ചാർജും മാന്യതയില്ലാത്ത പെരുമാറ്റവും വെച്ച് ജനങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നതിന് മുന്നേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വീകരിക്കാനും യാത്രക്കാരുള്ള പെരുമാറ്റത്തിൽ അല്പമെങ്കിലും മാന്യത ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു വസ്തുത. ആ മാറ്റങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കൾ അവനവനിൽ നിന്ന് തന്നെ ഇന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്ന ഈ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഈ മേഖല തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉടനടി അപ്രത്യക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായ മറ്റൊരു വീഡിയോയുമായി ഒട്ടുമിക തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തീർക്കട്ടെ.